നമ്മുടെ ശശി തരൂർ വീണ്ടും വാർത്തയിൽ നിറയുകയാണ്. ശശി തരൂർ പറയുന്നു, ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ, ബിഗ് ബ്രേക്കിംഗ്, ഇന്ത്യ സഖ്യത്തിനെതിരെ, സ്വന്തം പാർട്ടിക്കെതിരെ വീണ്ടും ശശി തരൂർ MP. പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിൽ ഉത്തരവാദിത്വം മറന്നു പെരുമാറുന്നുവെന്നാണ് വിമർശനം. പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് അടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് കൂട്ടി വായിക്കാം. പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്നതിലാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ശശി തരൂർ. ചോദ്യോത്തരവേളകൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ലെന്നാണ് വിമർശനം. ഇംഗ്ലീഷ് ദിനപത്രത്തിലെ ലേഖനത്തിലാണ് ശശി തരൂരിന്റെ വിമർശനം. നോബൽ മാരിക്കാരനുണ്ട്. നോബൽ മാരിക്കാരൻ, പത്രത്തിന് എഴുതിയാളുടെ പേര് നരേന്ദ്രമോദി എന്നത് മാറി ശശി തരൂർ എന്നായതല്ലോ, അല്ലെങ്കിൽ JP നദ്ദ എന്നത് മാറി ശശി തരൂർ എന്നായതല്ലോ. BJPയുടെ ഒരു സ്പോക്ക് പേഴ്സൺ എങ്ങനെയാണോ എഴുതുന്നത് അതേ രീതിയിലാണോ ഇപ്പോൾ ശശി തരൂർ പത്രത്തിൽ എഴുതിയിരിക്കുന്നത്? നോബൽ, ശശി തരൂർ ഒരിക്കൽ കൂടി കേന്ദ്ര സർക്കാരിന് ഒരു തലവേദന അയക്കുന്നു, പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിന് ഒരു തലവേദന അയക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ പ്രധാനമായും തരൂർ ഇന്നിപ്പോൾ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് വലിയ തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിൽ പ്രതിഷേധിക്കുന്നതിനെതിരായാണ്. പ്രതിഷേധങ്ങൾ കൃത്യമായി മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങളും അത് വേണ്ടപടി നടക്കുന്നില്ല എന്നാണ് തരൂരിന്റെ ഒരു വിമർശനം. ചോദ്യോത്തരവേള, ശൂന്യവേള അടക്കമുള്ള കാര്യങ്ങളൊന്നും ആ സമയത്തൊന്നും വേണ്ട പോലെ പ്രതികരണം നടത്താൻ പറ്റുന്നില്ല. ഇത്തരത്തിൽ കർത്തവ്യങ്ങൾ മറന്നുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ പ്രതികരിക്കുകയാണ് തുടങ്ങിയ വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന് വലിയ നഷ്ടമാണ് ഇതുവഴി ഉണ്ടാകുന്നത് എന്ന് ഇതിൽ ശശി തരൂർ വ്യക്തമാക്കുകയാണ്. UPA കാലത്ത് BJP എങ്ങനെയാണ് പാർലമെന്റിനെ ഉപയോഗിച്ചത് അതേ രീതിയിൽ തന്നെ പ്രതിപക്ഷം ഇപ്പോൾ പ്രതിഷേധങ്ങൾ നടത്തുന്നു എന്നടക്കമുള്ള വിമർശനങ്ങളാണ്. എന്താണെങ്കിലും ശശി തരൂർ ഇക്കാര്യത്തിൽ ഇന്ത്യ സഖ്യത്തിന് എതിരെ തന്നെ ഉയർത്തുന്നത്. ഇന്ത്യ സഖ്യത്തിനെതിരെ നേരത്തെ പലപ്പോഴും കോൺഗ്രസിനെ തരൂർ വെട്ടിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തവണ ഇന്ത്യ സഖ്യത്തെ അടച്ച് ആക്ഷേപിച്ചത്, ഇന്ത്യ സഖ്യത്തിന്റെ മൊത്തത്തിൽ പ്രതിഷേധങ്ങളടക്കം അദ്ദേഹം വിമർശിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിക്കും ഒപ്പം കേന്ദ്ര സർക്കാരിന് ചില വിമർശനങ്ങൾ അദ്ദേഹം ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നുണ്ട്. കാരണം നെഹ്റുവിനെ പോലെ എപ്പോഴും പാർലമെന്റ് വരുന്ന ഒരാളല്ല പ്രധാനമന്ത്രി എന്ന വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പ്രത്യേകിച്ച് ഈ പാർലമെന്റിനെ ഒരു പ്രഖ്യാപനത്തിനുള്ള വേദി മാത്രമാക്കി മാറ്റുന്നു, നിയമനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ കൂടിയാലോചന ഉണ്ടാകുന്നില്ല, അത്തരത്തിൽ ബുൾഡോസ് ചെയ്യപ്പെടുന്നു എന്നടക്കമുള്ള വിമർശനങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉയരുന്നു. പക്ഷേ അപ്പോഴും ഇന്ത്യ സഖ്യത്തിന് എതിരെ ഉയർത്തിയിരിക്കുന്ന വിമർശനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കേന്ദ്ര സർക്കാരിന് എതിരെ ഉപയോഗിക്കേണ്ട സമയത്തൊക്കെ പ്രതിഷേധം നടത്തിക്കൊണ്ട് അവസരങ്ങളൊക്കെ ഇല്ലാതാക്കുന്നു എന്നാണ് തരൂർ ഇതിൽ വിമർശനം ഉന്നയിക്കുന്നത്. പാണ്ഡവപക്ഷം തന്നെയാണ് ഇന്ത്യ സഖ്യത്തെ തരൂർ എന്താണെങ്കിലും ഈ ലേഖനത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോഴും തരൂർ അടക്കമുള്ള ഈ സഖ്യം ഉയർത്തുന്ന നിലപാടുകൾക്കെതിരെയുള്ള വിമർശനം എന്താണെങ്കിലും തരൂർ നിശ്ചിതമായി പറയുകയും ചെയ്യുന്നു. സ്വാഭാവികമായും ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികൾക്കടക്കം അതൃപ്തി ഉണ്ടാകുന്ന പ്രതികരണമാണ് തരൂരിന്റെ ഭാഗത്ത് എന്താണെങ്കിലും ഉണ്ടായിരിക്കുന്നത്. കാരണം ഒരു തരത്തിൽ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നുകൊണ്ട് പലപ്പോഴും പ്രതിഷേധം നടത്തുമ്പോഴാണ് തരൂർ ഇപ്പോൾ ഇത്തരം പ്രതിഷേധങ്ങളെ പൂർണ്ണമായും അവഗണിക്കുകയും വിമർശിക്കുകയും ചെയ്തുകൊണ്ട് രംഗത്തേക്ക് വരികയും ചെയ്തു. എന്താണെങ്കിലും ഇത് ഇന്ത്യ സഖ്യത്തിലടക്കം വലിയ വിള്ളൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള അദ്ദേഹത്തിന്റെ ലേഖനമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. നോബൽ മാരിക്കാരൻ, ശശി തരൂർ എഴുതിയ ഈ പത്രത്തിലെ ആർട്ടിക്കിൾ, ലേഖനം പാർലമെന്റിൽ ഭരണപക്ഷം ആയുധമാക്കില്ലേ? പ്രതിപക്ഷത്തെ നോക്കി ഈ ഒരു ചോദ്യം ചോദിച്ചാൽ പ്രതിപക്ഷത്തിന് മിണ്ടാൻ പറ്റുമോ? തീർച്ചയായും പ്രതിപക്ഷത്തിന് എതിരെ ഭരണപക്ഷം ഉയർത്താവുന്ന ഏറ്റവും നല്ല ആരോപണമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷം വലിയ പ്രതിഷേധം നടത്തുന്നതിനെങ്കിൽ മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് SIR അടക്കമുള്ള വിഷയങ്ങൾ, മറ്റ് വായുമലിനീകരണം അടക്കമുള്ള വിഷയങ്ങളൊക്കെ ഇന്നും അടിയന്തര പ്രമേയ നോട്ടീസുകളുണ്ട്. അത്തരത്തിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് നടത്തുന്നതിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കൂടെ തരൂരിന് ഇതല്ലോ അഭിപ്രായം ചോദിച്ചവർ പക്ഷേ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധത്തിന് മുറ തന്നെ ഒടിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയം. അത്തരത്തിൽ സഖ്യത്തെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രതികരണം, ഒരു ലേഖനമാണ് ഇന്നിപ്പോൾ ശശി തരൂർ ഇതുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് മാധ്യമത്തിൽ നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായി ഇത് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾക്ക് വലിയ എതിരഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും അത് വരുന്ന യോഗത്തിലടക്കം ഇന്ത്യ സഖ്യ പാർട്ടികൾ, പ്രത്യേകിച്ച് പാർലമെന്റിൽ എല്ലാ ദിവസവും, ഇന്നിപ്പോൾ രാവിലെ ആണെങ്കിൽ പോലും പാർലമെന്റ് കവാടത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധം ഉണ്ട്. എല്ലാ പാർട്ടികളും ഒരുമിച്ച് പ്രതിഷേധമാണ് ഉള്ളത്. ഒരുപക്ഷെ ആ പ്രതിഷേധ സമയത്തൊക്കെ നേതാക്കൾ ഇക്കാര്യം ഖർഗെയോടൊക്കെ സൂചിപ്പിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം തരൂർ ഇത്തരത്തിൽ നിരന്തരം ഇന്ത്യ സഖ്യത്തെയും കോൺഗ്രസിനെയൊക്കെ പ്രതിരോധത്തിൽ ആക്കുന്നത് തീർച്ചയായും സഖ്യത്തിന്റെ നിലനിൽപ്പിനടക്കം ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പലപ്പോഴും ഈ ബീഹാർ ഇലക്ഷന് ശേഷം സഖ്യത്തിനകത്ത് തന്നെ വിള്ളലൊക്കെ ഉള്ള സമയമാണ്. ആ സമയത്താണ് തരൂർ ഇങ്ങനെ ഒരു ലേഖനം എഴുതിക്കൊണ്ട് വീണ്ടും ഇന്ത്യ സഖ്യത്തിന്റെ പാർലമെന്റിനകത്തെ പ്രതിഷേധങ്ങളെ പൂർണ്ണമായും അവഗണിക്കുകയും വിമർശിക്കുകയും ചെയ്തിരിക്കുന്നത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. പ്രതിപക്ഷത്തിന്റെ കുന്തമുനയാകേണ്ടയാൾ ഇപ്പോൾ ഭരണപക്ഷത്തിന്റെ കുന്തമുനയായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് പ്രതിപക്ഷം കോൺഗ്രസ് ശശി തരൂരിനെ പേറുക എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഇനഫ് ഈസ് ഇനഫ് എന്നാണ് എല്ലാ നേതാക്കളും വലഞ്ഞിരിക്കുകയാണ്. അതിനിടയിലാണ് വീണ്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധം SIR-മായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ പ്രതിപക്ഷം ഉയർത്തി. ഇപ്പോൾ സാധ്വി ആപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ പ്രതിപക്ഷത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന സാഹചര്യമുണ്ടായി. ഇതടക്കം ഒട്ടേറെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ശശി തരൂർ അകത്തുനിന്നൊരു കുത്ത്. പ്രതിപക്ഷം അന്നത്തെ കാലത്തെ BJP പോലെ പ്രവർത്തിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാ പ്രതിപക്ഷം? നമ്മളടങ്ങുന്ന കോൺഗ്രസ് ആണ് എന്നുള്ളത് ശശി തരൂർ ഇടയ്ക്ക് മറന്നു പോകുന്നു. ശശി തരൂർ മറന്നുപോയോ എന്തോ ഞാൻ കോൺഗ്രസിലാണെന്നുള്ളത്.